ഇടതോരം മാറാതെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 16-അംഗ ഭരണസമിതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF സമ്പൂർണ്ണ വിജയം നേടിയപ്പോൾ ഇക്കുറി 3 സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPIM ഏരിയ കമ്മിറ്റി അംഗവും പോർക്കുളം ഡിവിഷൻ അംഗവുമായ CG രഘുനാഥിനെയും വൈസ് പ്രസിഡന്റായി പന്നിത്തടം ഡിവിഷനിൽ നിന്നുള്ള അംഗം KR സിമിയെയും തെരഞ്ഞെടുത്തു. രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ CG രഘുനാഥ് വെള്ളറക്കാട് ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസിലെ ആൻഡോ പോളിനെയാണ് പരാജയപ്പെടുത്തിയത്. തയ്യൂർ ഡിവിഷനിൽ നിന്നുള്ള മഞ്ജുഷ ടീച്ചറെ പരാജയപ്പെടുത്തിയാണ് KR സിമി വിജയിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായി. ബ്ലോക്ക് പഞ്ചായത്തിലെ 16-അംഗ ഭരണസമിതിയിൽ 13 LDF അംഗങ്ങളും 3 UDF അംഗങ്ങളുമാണുള്ളത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് വിജയിച്ച CG രഘുനാഥ്, KR സിമി എന്നിവരെ അനുമോദിച്ച് യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ LDF നേതാക്കളായ TK വാസു, KF ഡേവിസ്, KT ഷാജൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. കഴിഞ്ഞ ഭരണസമിതികളിൽ തുടർന്നു വരുന്ന വികസന പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ തുടരുമെന്ന് പ്രസിഡന്റായി ചുമതലയേറ്റ CG രഘുനാഥ് CCTVയോട് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനു വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് കഴിഞ്ഞ ഭരണസമിതി. അതിൻ്റെ തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ആ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവർക്ക് താങ്ങായി നിൽക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം എന്നാണ് പുതിയ ഭരണസമിതി ആഗ്രഹിക്കുന്നത്. കുന്നംകുളത്തെ MLA ശ്രീ AC മൊയ്തീൻ അവരുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് കുന്നംകുളം ഒരു സ്പോർട്സ് ഹബ്ബായി ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ കുന്നംകുളത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നാഷണൽ ലെവലിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ് കുന്നംകുളത്ത്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കായിക രംഗത്തെ പ്രവർത്തനങ്ങളും കൂടി പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് യുവാക്കളെ സംഘടിപ്പിച്ച് അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ പ്രഥമ പരിഗണന നൽകണം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്.